എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെപ്പോലെ ലിപ്സ്റ്റിക് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുറച്ച് ലിപ്സ്റ്റിക് റെക്കമെൻഡേഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നൈക്കയുടെ ചായ് എന്നുള്ള നമ്പർ 18 ചായ് എന്നുള്ള ഷെയ്ഡാണ്. ഇത് ഭയങ്കര എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. അതാണ് ഞാനിപ്പം ലിപ്സിലിട്ടേക്കുന്നത്. ബ്രൗൺ അല്ലെങ്കിൽ ഒരു പിങ്ക് ഇവിടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് വരുന്നത്. ഇത് ഏതാണ്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പിഗ്മെൻറ്റേഷൻ ലോക്കാവും. അതായത് നമ്മൾ എന്തെങ്കിലും എണ്ണ ഉള്ളത് കഴിച്ചാലും ഉള്ളിൽ നിന്ന് കുറച്ച് പോയാലും ആ സ്റ്റെയിൻ അവിടെ തന്നെ നിന്നോളും. അത്യാവശ്യം ഒരു 6-7 മണിക്കൂർ വരെ ലിപ്സിൽ ഇതുണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. ഒട്ടും തന്നെ ലിപ്സിന് ഡ്രൈ ആക്കത്തില്ല. അതൊരു ഭയങ്കര വലിയ കാര്യമാണ്. ഫെയർ ടു മീഡിയം കോംപ്ലക്ഷനിലുള്ളവർക്ക് ഈ ഷെയ്ഡ് നല്ലൊരു എടുപ്പ് തരാനും ബാക്കി അതിന് ഡാർക്കറായിട്ടുള്ളവർക്ക് ഒരു ന്യൂഡായിട്ടും ആക്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ വളരെ പോപ്പുലർ ആയിരുന്ന ഒരു ഷെയ്ഡാണ്. ഇത് DLC025 ഹേസൽനട്ട് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണിത്. നമ്മുടെ ഫേസിന് നല്ലൊരു എടുപ്പ് തരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്. പിന്നെ ഇതിനൊരു ഫ്രൂട്ടി സ്മെല്ലാണ് ഇതിനുള്ളത്. ഇതെന്ന് വെച്ചാൽ ഒരു 3 to 4 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുള്ളൂ. പെട്ടെന്ന് തന്നെ ലിപ്സിൽ നിന്ന് പോവും. ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. ഒരു 250 ബിലോ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. ആമസോണിലൊക്കെ മിക്കവാറും ഒരു 150-160 റേഞ്ചിലൊക്കെ നമുക്കിത് കിട്ടും. വളരെ നല്ല ഷെയ്ഡാണ്. ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഒരു നല്ല ഷെയ്ഡ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ഷെയ്ഡെന്ന് പറയുമ്പോൾ കളർ എസൻസിൻ്റെ മോക്ക എന്നുള്ള ഷെയ്ഡാണ്. ഇതാണ് ലിപ്സ്റ്റിക്ക് വരുന്നത്. നല്ലൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഏതാണ്ട് ഒരു 5 to 6 hours വരെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഷെയ്ഡാണ്. ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. ഒരു 250 റേഞ്ചിലൊക്കെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്ക് കിട്ടാന്ന് വെച്ചാൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല ഷെയ്ഡാണ്. അപ്പം ഈ ഒരു റേഞ്ചിൽ ഇങ്ങനൊരു നല്ല ബ്രൗൺ ന്യൂഡ് നോക്കുന്നുണ്ടെങ്കിൽ, ഒരു ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ മെബലിൻ ന്യൂയോർക്കിൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്കിൽ ആ ഒരു റേഞ്ചിൽ വരുന്ന 62 ഇറസിസ്റ്റബിൾ എന്നുള്ള ഷെയ്ഡാണിത്. ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മേ, സൂപ്പർ സ്റ്റേ എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നൊരു ഫുൾ ഡേ, ഒരു ഹോൾ ഡേ ഈ കളർ ഇങ്ങനെ തന്നെ ലോങ് ലാസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യണം. അത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു കുറച്ച് സെക്കൻഡ്സിൽ തന്നെ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നെ അതിന് ശേഷം അനങ്ങില്ല. ഒരു ഗ്ലോസി എഫക്റ്റ് നമുക്ക് തരുകയും ചെയ്യും. സാധാരണ ലിക്വിഡ് ലിപ്സ്റ്റിക് എല്ലാം തന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കത്തില്ല തരുന്നത്. ഇത് എപ്പോഴും ഒരു ഗ്ലോസി ഫിനിഷാണ് തരുന്നത്. ഇതൊരു പീച്ചി ന്യൂഡാണ്. പിന്നെ ഒറ്റ തവണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ആ പിഗ്മെൻറ്റേഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന്. അതുപോലെ തന്നെ ഒട്ടും തന്നെ ട്രാൻസ്ഫർ ആവത്തില്ല. ട്രാൻസ്ഫർ പ്രൂഫാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള MRP ഒരു 800 സംതിങ് ആണ്. പക്ഷെ നമുക്ക് നൈക്കയിലും ആമസോണിലും ഒക്കെ ഓഫർ വരുന്ന സമയത്ത് 500 സംതിങ്ങിനൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഈ ഷെയ്ഡ് എപ്പോഴും ഒരു ഫെയർ സ്കിൻ ടോൺസിനായിരിക്കും കൂടുതൽ ചേരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഒരു ന്യൂഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒത്തിരി ഭയങ്കര ഫെയർ ആയിട്ടുള്ളവർക്ക് നല്ല ബ്രൈറ്റൻ ചെയ്യുമായിരിക്കാം. പക്ഷെ ഒരു മീഡിയം ടു പിന്നെ അങ്ങോട്ട് പോകുന്തോറും ഡാർക്കനായി പോകുന്തോറും ഈ ഷെയ്ഡ് വാഷ് ഔട്ട് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച സെയിം റേഞ്ചിൽ വരുന്നതാണ്. മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ വിനൈൽ ഇങ്കിൽ വരുന്ന 130 എക്സ്ട്രാ എന്നുള്ള ഷെയ്ഡാണ്. ഇത് സെയിം കാറ്റഗറി തന്നെയാണല്ലോ, അപ്പം സെയിം ഫീച്ചേഴ്സ് തന്നെയാണുള്ളത്. നല്ലൊരു ബ്രൗൺ ന്യൂഡാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഈ ഷെയ്ഡ്. നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ ഐ ഹണ്ട് എന്നുള്ള ഷെയ്ഡാണ്. ഇതും ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. നമ്മുടെ ഫേസിനൊരു ബ്രൈറ്റ്നസ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡാണ്. നൈസ് ആപ്ലിക്കേറ്റർ, അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല.
നല്ല പോലെ നമ്മുടെ ലിപ്സിൻ്റെ ഷേപ്പ് എങ്ങനെ തന്നെ ആയിരുന്നാലും നല്ല ഷേപ്പിൽ നമുക്കത് ലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ലിപ്സ്റ്റിക്കാണ്, ലൈറ്റ് വെയ്റ്റ് ഫോമുലയാണ്, അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഒരു സ്റ്റെയിൻ നമ്മുടെ ലിപ്സിൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും കാണാറുണ്ട്. അപ്പം അങ്ങനെ ഇഷ്ടമല്ലാത്തവർ ഇത് നോക്കണ്ട. പക്ഷെ നല്ല ഷെയ്ഡാണ്, നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല ഫോമുലയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കൂ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഷെയ്ഡെന്ന് പറയുമ്പോൾ ലാക്മേയുടെ ലിപ് മൂസ് ആണ്. ഷെയ്ഡ് വരുന്നത് ചോക്ലേറ്റ് ടെംപ്ടേഷൻ എന്നുള്ള ഷെയ്ഡാണ്. നല്ലൊരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡാണ്. ഭയങ്കര ഒരു മൂസ് കൺസിസ്റ്റൻസി തന്നെയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ലിപ്സിൽ ഇരുന്നോളും. ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, അത്യാവശ്യം ട്രാൻസ്ഫർ ആവുന്നുണ്ട്. സ്മഡ്ജ് പ്രൂഫും അല്ല, പക്ഷേ നല്ലൊരു ഷെയ്ഡാണ്, നല്ല ഫോമുലയാണ്. അങ്ങനെയൊക്കെ നമുക്കൊരു കോൺസെപ്റ്റ് കാണുമല്ലോ. അങ്ങനെയൊക്കെ ലിപ്സ്റ്റിക് ആകുമ്പം നല്ലൊരു ഫോമുല ആയിരിക്കണം, നല്ലൊരു ഷെയ്ഡായിരിക്കണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ഇതിനു വേണ്ടി പോവാം. ഇതൊരു 600 റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഓഫറിൽ നമുക്ക് 400 സംതിങ്ങിനൊക്കെ ഓൺലൈനിൽ കിട്ടാറുണ്ട്. ഈ വീഡിയോയിൽ 7 ലിപ്സ്റ്റിക് റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിലോ മുഴുവൻ ട്രൈ ചെയ്ത് നോക്കണമെങ്കിലോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ പറയണം. പിന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.